ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെ പഞ്ഞി കിട്ടുന്നുണ്ടെന്ന് പറയാം. പാവങ്ങൾ നല്ല 8 ഗോളിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് വിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഡുറൻഡ് കപ്പ് മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. മിക്കായൽ സ്റ്റാറയുടെ ആദ്യ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ ഒരു മാച്ച്. അപ്പോൾ ആ മാച്ചിൽ ഒരു വമ്പം വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതൊരു ബിഗ്ഗസ്റ്റ് മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. ഇതിനു മുമ്പ് 5 ഗോളിനൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്. അത് ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഇത്രയും കൂടുതൽ ഗോളുകൾ അടിച്ച് വിജയിക്കുന്ന ഒരു മത്സരം വരുന്നത്. 8 ഗോളുകളാണ് അടിച്ച് കൂട്ടിയിട്ടുള്ളത്. അത് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നോഹ സദോയുടെ ഹാട്രിക്ക്, അതുപോലെ ക്വാമെ പെപ്രയുടെ ഹാട്രിക്ക്, അതുപോലെ ഇഷാൻ പണ്ഡിറ്റയുടെ 2 ഗോളുകൾ പിറന്നു. അങ്ങനെ 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അസിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസർവ് ടീമിൽ വന്ന യോഹിംബെ മീറ്റയുടെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഐമൻ നോഹ സദോയുടെ അസിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാനിഷ് ഫാറൂഖിൻ്റെ അസിസ്റ്റ്, പിന്നെ ലൂണയുടെ അസിസ്റ്റ്, അങ്ങനെ അസിസ്റ്റുകളും പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മാച്ചിനെ കുറിച്ച് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വിലയിരുത്താനില്ല. അവരുടെ റിസർവ് ടീമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് ഗോളുകൾ അടിക്കേണ്ടത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗോളുകളാണ് അടിച്ച് കൂട്ടിയുള്ളത്. ക്വാമെ പെപ്രയൊക്കെ അതേ ഫോം നിലനിർത്തുന്നുണ്ട്. പെപ്രയൊക്കെ 3 ഗോളൊക്കെ അടിച്ചു. അതുപോലെ നോഹ സദോയാണെങ്കിൽ നല്ല രീതിയിൽ ബോളുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് നോഹ സദോയും. അപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ തരാനുള്ള ഒരു ടീം ഇവരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൻ്റെ ഫുൾ സ്ട്രെങ്ത് അറിയണമെങ്കിൽ കൂടുതൽ മത്സരം ഒരു ക്വാർട്ടറിലേക്ക് കടന്നാലൊക്കെ ഇനി പഞ്ചാബിനായിട്ട് കളി വരുന്നുണ്ട്. പഞ്ചാബ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്. അവരുടെ മെയിൻ ടീം തന്നെയാണ്. അവർ 2 ഫോറിൻ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവരുടെ ടീം. അപ്പോൾ ആ മത്സരത്തിലേക്ക് നമുക്ക് കൂടുതൽ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് എന്തായാലും ഒരു വെടിപ്പൂരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ വക എന്ന് തന്നെ പറയാം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഒരു രാവ് തന്നെ. അതുപോലെ പിന്നെ നമ്മുടെ ഡിഫൻസിനൊന്നും പ്രത്യേകിച്ച് അവർക്ക് പരീക്ഷിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഗോൾ കീപ്പറിനൊന്നും വേറെ ഒരു പണി ഉണ്ടായിട്ടില്ല. വെറുതെ നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് സെൻറ്ററിലൊക്കെ വന്നിട്ട് ബോൾ തട്ടിക്കൊടുക്കണമൊക്കെ ഉണ്ട്. അല്ലാതെ കീപ്പറിനൊന്നും പ്രത്യേകിച്ച് ഒരു പണി കീപ്പറിനൊന്നും പരീക്ഷിച്ചിട്ട് പോലില്ല. സോംകുമാറായിരുന്നു കീപ്പറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്താൻ. നല്ലൊരു വിജയം തന്നെ നമുക്ക് മിക്കാൽ സാരയുടെ കീഴിൽ ഫസ്റ്റ് മാച്ച് വിജയിച്ച് തന്നെ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാത്തവരിക്കും ബൈ.